ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന നേട്ടങ്ങൾ, എന്തൊക്കെയാണ് മുന്നോട്ടേക്കുള്ള ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗൈഡൻസ് എടുത്തിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, നോക്കാം ഇന്ന് എന്ത് ഗൈഡൻസ് ആണ് ടാരോ തരുന്നത്. ബി പോസിറ്റീവ്. നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി, ലൈക്സിനും കമൻസിനൊക്കെ നന്ദി. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലാണ് കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി ഇതിലേക്ക് കണക്റ്റ് ആകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് നന്ദി, അതുപോലെ തന്നെ വ്യൂവേഴ്സിന് നന്ദി. നോക്കാം. നോക്കാം. Ace of Cups, Two of Cups, Ten of Wands, Tower, Strength, Death and Rebirth, Full card. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ഏസ് ഓഫ് കപ്സ്, ടു ഓഫ് കപ്സ്, 10 ഓഫ് വാൺസ്, ടവർ, സ്ട്രെങ്ത്, ഡെത്ത് കാർഡ്, ഫൂൾ കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്കായി വന്നേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അങ്ങനെയുള്ള കാർഡുകളാണ് കൂടുതലും ഞാൻ കാണുന്നത്. അതായത് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡെത്ത് ആൻഡ് റീബർത്ത്, പുതിയൊരു റീബർത്തായിട്ടാണ് കാണുന്നത്. പുതിയ രീതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതും അതുപോലെ തന്നെ അത് സ്പിരിച്വലി ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ളൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സും പുതിയ തുടക്കമാണ്, ഓവറോൾ എനർജിയും ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മുമ്പ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള തിരിച്ചടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അത് എൻഡായിട്ട് നിങ്ങളിലേക്കൊരു റീയൂണിയൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ടു ഓഫ് കപ്സും കാണിക്കുന്നത്. ഒരു റീയൂണിയനാണ് നിങ്ങൾക്ക്. ചിലരൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്ട്രെങ്ത്ത് നേടാനായിട്ട്, ഒരു ഇന്നർ സ്ട്രെങ്ത്ത് നേടാനായിട്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്ന തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. കൂടുതലും അങ്ങനെ ഒരു ഇതാണ് ഇന്നിവിടെ കാണുന്നത്. റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, ഞാൻ ജനറൽ ഗൈഡൻസ് ആണ് എടുത്തത്. പക്ഷേ ഇങ്ങനൊരു ഇത് കണ്ടതുകൊണ്ടാണ്. കാരണം ഇവിടെ പെൻറ്റക്കിൾസോ സോഡ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് പോലെയാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. പിന്നെ കൂടുതലും മേജർ അർക്കാന കാർഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഏതാണ് റിലേഷൻഷിപ്പ് റീഡിങ്ങിലുള്ളത്? അതായത് നിങ്ങളുടെ ആ ഒരു കാർമികമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, പ്രശ്നങ്ങൾ, അത് എൻഡപ്പായിട്ട് പുതിയ രീതിയിൽ റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു റീയൂണിയൻ ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു. അത് സ്പിരിച്വലി നിങ്ങളിലേക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്പിരിച്വലി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ ഏസ് ഓഫ് കപ്സും ഫൂളും പറയുന്നത്. അതുപോലെ തന്നെ ചിലരൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു ഇന്നർ, അതായത് ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് ഇതിൽ നിന്ന് ചിലർ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അതല്ലാതെ റിലേഷൻഷിപ്പിലല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസും ഇൻഡ്യൂഷൻസൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. ചിലർക്കൊക്കെ ഒരു പ്രപ്പോസൽ, മാരേജ് പ്രപ്പോസൽ പോലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. എന്തായാലും ഒരു തുടക്കമാണ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു തുടക്കം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പിന്നെ ചിലർക്കൊക്കെ ഒരു ബേബി
ഒരു കുട്ടി നിങ്ങൾക്ക് വരുന്നതായിട്ടും നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ബേബി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളത് കൂടിയുള്ള എനർജിയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ചിലരൊക്കെ നിങ്ങൾ സ്വയം പാമ്പർ ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത ഇമോഷൻസൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ പാമ്പർ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള എനർജിയാണ്. അതായത് സ്വന്തം കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡ് വളരെയധികം ഹാപ്പി ആവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതും കൂടിയാണ്. അതുപോലെ പറഞ്ഞല്ലോ, യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ കിട്ടുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. പിന്നെ ഒരു എന്താ പറയുക, നിങ്ങളെല്ലാത്തിലും ഒരു ഡിവൈനിറ്റി കാണുന്നു. ആ ഒരു ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നേടിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അതാണ് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ അടുത്തത് 2 ഓഫ് കപ്സ് ആണ്. നേരത്തെ പറഞ്ഞു ഒരു റീയൂണിയൻ്റെ കാർഡാണിത്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ വരുന്നു. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നല്ല ഐക്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു. ഒരു പ്രപ്പോസൽ, ഇവിടെയും മാരേജാണ്, ഇവിടെയും മാരേജ് തന്നെയാണ്. ഒരു പ്രപ്പോസൽ, മാരേജ്, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. നല്ലൊരു ബന്ധം മറ്റുള്ള വ്യക്തികളുമായിട്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ. ഒരു ഐക്യം വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചിലർക്കൊക്കെ ഒരു ബാലൻസ് എന്നുള്ള രീതിയിലാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു ബാലൻസ് നിങ്ങളിലേക്ക് സംഭവിക്കുന്നു. സ്പിരിച്വലി ആയാലും ഫിസിക്കലി ആയാലും നിങ്ങൾക്കൊരു ബാലൻസ് നിങ്ങളിലേക്ക്, ഇമോഷണലി ആയാലും സ്പിരിച്വലി ആയാലും നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ മുമ്പ് വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ, അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, നല്ല രീതിയിൽ ഒരു കാർമികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ആ ഒരു വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടി ആയിരിക്കാം. നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ ചിലപ്പോൾ വളരെയധികം പെയിൻഫുൾ ആയിരിക്കാം നിങ്ങൾക്ക്, അത്രയും നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നിങ്ങളിലേക്ക് ആ ഒരു നീതി ലഭിക്കാൻ പോകുന്നു. അവർ നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അടുത്തത് 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു സൈക്കിൾ എൻഡായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് 10 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളതുപോലെ തന്നെ വളരെയധികം എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഇന്ന് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് വളരെയധികം ഹെവിനെസ് തോന്നുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ 10 ഓഫ് വാൺസ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. ഒരു ഹെവിനെസ് നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ പുറംവേദന, തലവേദന, തലക്കൊക്കെ ഒരു ഭാരം പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലൊരു ഇതുകൂടി നിങ്ങൾക്ക് ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ടാവും. ഓക്കെ, ചിലർക്കൊക്കെ ഒരു സൈക്കിളിൻ്റെ, ഒരു കർമ്മ സൈക്കിളിൻ്റെ എൻഡ് കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതൊരു എൻഡ് ആവുകയാണ്. ആ ഒരു എൻഡപ്പിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ഇതാണ് ഇവിടെ 10 ഓഫ് വാൺസ് ഇവിടെ പറയുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സഹായം വേണമെങ്കിൽ ചോദിക്കാം. എല്ലാ കാര്യങ്ങളും തോളിലേറ്റി വെക്കണ്ട എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തോന്നുന്നത്, അത് റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നുള്ളതും കൂടിയാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ വളരെയധികം പെയിൻഫുൾ ആയിരിക്കാം. അപ്പോൾ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ചിലരൊക്കെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് കുറ്റം പറയാനൊക്കെയുള്ള ഒരു സാധ്യതയും ഇവിടെയുണ്ട്. അതുകൊണ്ട് കുറ്റമൊന്നും പറയാൻ നിൽക്കണ്ട. മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, നിങ്ങളത് കേൾക്കാനോ പറയാനോ നിൽക്കണ്ട. അത് നിങ്ങൾക്ക് വീണ്ടും ഒരു കർമ്മയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കർമ്മ വീണ്ടും എടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർ ആരെങ്കിലും കുറ്റം പറയുന്ന സമയത്ത് ഒന്നുകിൽ അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ ചെയ്തിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം പറഞ്ഞ് ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത്. പിന്നെ ചിലർക്കൊക്കെ വല്ലാതെ മടുപ്പ് തോന്നുന്ന തരത്തിലൊരിതാണ്. കാരണം അതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡായതുകൊണ്ടാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ. പിന്നെ ഫൊർഗീവ് ചെയ്യാനുള്ളവരോട് എന്ത് ചെയ്യുക, ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഫൊർഗീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫോർഗീവ് ചെയ്ത് അവരോട് കോംപ്രമൈസ് ചെയ്യേണ്ടവരാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരോട് ഫോർഗീവ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. അതാണ് 10 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ ഇവിടെ പറയാനുള്ളത്. അടുത്ത ടവറാണ്. നിങ്ങളിലേക്ക് സഡൻ ആയിട്ട് ഒരു ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടവർ പറയുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതും ഒരു എൻഡാണ്. അതായത് ഒരു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യം റിലീസായി പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ ടവർ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ വേണ്ടാത്തതായിട്ടുള്ള പല സിറ്റുവേഷനിലും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അറ്റാച്ച്ഡായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമുണ്ടായിട്ടുണ്ടാവാം. അതിൽ നിന്നും പെട്ടെന്നൊരു തിരിച്ചടി, ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തിരിച്ചടി നേരിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു തിരിച്ചടി ആയിരുന്നിരിക്കും. ഏറ്റവും മുകളിലത്തെ ഇതിൽ നിന്ന് താഴെ നിങ്ങളെ ആരോ പിടിച്ചുന്തിയിട്ട പോലെയുള്ള, പിടിച്ച് താഴെ തള്ളിയിട്ട പോലെയുള്ള ആ ഒരു തിരിച്ചടി ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തുടക്കമാണ്, ഒന്നിൻ്റെ എൻഡായിട്ട്. നിങ്ങളിൽ വേണ്ടാത്തതായിട്ടുള്ള കാര്യം യൂണിവേഴ്സ് തന്നെ എൻഡ് അപ്പാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നവർ ആരെയാണോ വിശ്വസിച്ചിരുന്നത് അവർ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനും, അതുപോലെ നിങ്ങൾ ഏതിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങളിലേക്ക് ഇങ്ങനൊരു നിമിഷം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നതുകൊണ്ടുമായിരിക്കാം ചിലരൊക്കെ ഈ ടാരോ റീഡിങ്ങും ഒക്കെ കാണുകയും യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് അങ്ങനെ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളിലുള്ള നല്ല കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്, പഴയത് എൻഡപ്പ് ചെയ്യാനാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടാവാം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു വീഴ്ചയോ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഒരു വീഴ്ചയോ എന്തെങ്കിലും അപകടമോ ഒക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് ടവർ എന്നുള്ള ഇതിൽ പറയുമ്പോൾ. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ടവർ. എന്തായാലും എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ, അപ്രതീക്ഷിതമായിട്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇന്ന് പുറത്തേക്ക് പോകാൻ. സ്പീഡിൽ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വാഹനങ്ങളിൽ കയറുമ്പോൾ, എല്ലായിടത്തും വീട്ടിലായാലും നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം എന്നുള്ളതാണ്. എന്താ പറയുക, ചിലപ്പോൾ ഒന്ന് വഴുക്കി വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും, ഹെൽത്ത് പരമായിട്ട് പെട്ടെന്നൊരു തിരിച്ചടി, പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടി കിട്ടാനുള്ള ചാൻസും ഇവിടെ ഉണ്ട്. അതുപോലെ ചിലർക്കൊക്കെ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, ഡൈവേഴ്സ് ആയിരിക്കാം. പിന്നെ പറഞ്ഞല്ലോ, പെട്ടെന്നുള്ളൊരു അസുഖത്തിൻ്റെ ഒരു നിർണയം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, ആക്സിഡൻറ്റ്. അതുപോലെ തൊഴിൽപരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തുനിന്നുള്ള പ്രശ്നങ്ങൾ, ഒരു മോശ സമയമാണിപ്പോൾ. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന തരത്തിലുള്ള ആ ഒരു സ്ഥലം മാറ്റം, ധനപരമായിട്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂടുതലും മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ ഡിവൈനുമായിട്ട് അറ്റാച്ച്ഡായി നിൽക്കുക എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, സ്ട്രെങ്ത്ത്. അടുത്ത കാർഡ് സ്ട്രെങ്ത്താണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നറായിട്ടുള്ള സ്ട്രെങ്ത്ത് തിരിച്ചറിയേണ്ട ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് കുറഞ്ഞതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്ത് മനസ്സിലാക്കാനുള്ളൊരു സമയമായി. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്ത് കൊണ്ട്, ഇന്നർ സ്ട്രെങ്ത്ത് കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാനുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും, മറ്റുള്ളവരെ കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് ഇവിടെ. നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് മുന്നോട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഒരു പാഷൻ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്
അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ സ്നേഹത്തിന് അങ്ങനെ ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വ്യക്തികളാണ്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം വരുത്താൻ സാധ്യതയുള്ള വ്യക്തികളാണ് എന്നുള്ളതും കൂടിയാണ്. അതിന് നിങ്ങൾക്കിന്ന് സാധിക്കുന്നു. നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെ ഇന്ന് സ്നേഹത്തോടു കൂടി മുന്നോട്ടേക്ക് നയിക്കുന്നു. അവരെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പവർ കൊണ്ട് നിങ്ങൾക്കിന്ന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവാനും നിങ്ങൾക്ക് അംഗീകരിക്കപ്പെടാനുള്ള നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് അംഗീകരിക്കപ്പെടാനുള്ള ഒരു ഇതുകൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്ന് വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് ഇവിടെ. ഒരു സ്റ്റെബിലിറ്റി ആ ഒരു ഇതിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ആ ഒരു ഇതിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത് ഡെത്താണ്. അപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ. അപ്പോൾ പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ. ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം, ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു മാറ്റം, പരിവർത്തനം. അതുപോലെ തന്നെ ഒരു സൈക്കിളിൻ്റെ എൻഡ് ഇവിടെ വരുന്നു എന്നുള്ളത് കൂടിയാണ്. പുതിയൊരു, അതായത് ഡെത്ത് ആൻഡ് റീബർത്താണ്. അപ്പോൾ പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ ഉണ്ടായിട്ടുണ്ടാവും. വളരെയധികം പ്രശ്നങ്ങളിലൂടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അവിടെ ആയാലും നിങ്ങൾക്ക് പലതരത്തിലുള്ള നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എൻഡപ്പായിട്ട് പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എൻഡ് ആയതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വരും എന്നുള്ളത് കൂടിയാണ്. അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് സാമ്പത്തികമായിട്ടുള്ള തിരിച്ചടി നേരിടാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ ചിലർക്കൊക്കെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതും ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങളിൽ പോകുമ്പോഴും നടക്കുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫിനാൻഷ്യലി പറഞ്ഞല്ലോ, വളരെയധികം ശ്രദ്ധ വേണം. പിന്നെ ചിലർക്കൊക്കെ ഒരു മരണവാർത്ത കേൾക്കാനോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ആരെങ്കിലും മരിച്ചിട്ടുള്ള ഒരു മരണവാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ ഉള്ള ഒരു ഇതുകൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ കരിയറിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഇവിടെ വേണ്ടാത്തതായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെ വിട്ടുപോകുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. അതായത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എൻഡപ്പ് ആവാനുള്ള ഒരു സമയം കൂടിയാണ് ഡെത്ത് എന്നുള്ളതും കൂടിയാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് അതിൻ്റെ പുതിയൊരു തുടക്കം. അത് നിങ്ങളിൽ നിന്നും മാറിയിട്ട് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഡെത്ത് ആൻഡ് റീബർത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഫിനാൻഷ്യലി ആയാലും നിങ്ങളുടെ പുറത്തേക്ക് പോകുമ്പോൾ വാഹനങ്ങൾ എടുത്ത് പോകുമ്പോഴായാലും എല്ലാത്തിലും ഒരു ശ്രദ്ധ ഇന്ന് വേണം എന്നുള്ളത് പ്രത്യേകം പറയുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, അടുത്തത് ഫുൾ കാർഡാണ്. ഇവിടെ പലർക്കും പുതിയൊരു തുടക്കമാണ് വരുന്നത്. ഓക്കെ, പുതിയൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ ഇവിടെ കഴിഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്തിലും ഇതൊരു പുതിയ തുടക്കം തന്നെയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ എൻഡപ്പായിട്ട് പുതിയ രീതിയിൽ നിങ്ങളൊരു ഇത് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെയും ഒരു എൻഡാണ്, വീണ്ടും ഒരു ഇതാണ്, ഒരു പുതിയ തുടക്കമാണ്. ഇവിടെയും ഒരു എൻഡാണ്, അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്കൊരു തുടക്കം വരുന്നു. വേണ്ടാത്ത കാര്യം എൻഡായിട്ട് പുതിയതിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ ഉപേക്ഷിച്ച് അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ. ചിലർക്കൊക്കെ പുതിയ കോഴ്സ് ആയിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു യാത്ര, നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ എല്ലാത്തിലും പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. ചിലർക്കൊക്കെ ഒരു വിവാഹ നിശ്ചയം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രഗ്നൻസി, ഇവിടെയും അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഒരു മാരേജ്, പ്രഗ്നൻസി അത് തന്നെയാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കം, പിന്നെ പുതിയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും അവരുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. എല്ലാത്തിലും ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കമായിരിക്കാം. പിന്നെ നിങ്ങൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ഒരു കാര്യം, ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഡയറ്റ് ഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതുമായിരിക്കാം. എന്തായാലും ആരോഗ്യരംഗത്ത് ഒരു റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അതിന് നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതായത് എന്തിനും നിങ്ങളൊരു റിസ്ക്, ഇതുവരെയുള്ളതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ ഫുൾ കാർഡിൻ്റെ എനർജി. അത് നിങ്ങളിലേക്ക് ഒരു വിജയം കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. പുതിയൊരു പാഷൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വീണ്ടും പറയുകയാണ്, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുക. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഹെൽപ്ഫുൾ പീപ്പിൾ. അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ സഹായിക്കാനുള്ള ആൾക്കാരുണ്ട് എന്ന് നോക്കാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഹെൽപ്ഫുൾ പീപ്പിൾ നിങ്ങളുടെ ചുറ്റിലും വരുന്നു എന്നുള്ളതാണ്. ഒരു നോ ആണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിനൊരു നോ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നോ ആയിരിക്കാം. കാരണം അത് കറക്റ്റായിട്ടുള്ള ടൈമല്ല. ദർ ഈസ് സംതിങ് ബെറ്റർ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും നല്ലത് നിങ്ങളിലേക്ക് വരാനുള്ള ഇതുണ്ട്. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും നല്ലത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അൺലൈക്ലി. ഇപ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലല്ല, മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അൺലൈക്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുക, ഏതിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലല്ല, മറ്റൊരു രീതിയിലാണ് നിങ്ങളിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് അൺലൈക്ലി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വേറൊരു തരത്തിലുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ്, ലവ് ഒറാക്കിൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇന്നലെ, അതായത് കഴിഞ്ഞൊരു റീഡിങ്ങിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എനർജി തീരെ കുറവെന്ന്. എനർജി കുറഞ്ഞിട്ടൊന്നല്ല, ഇതിൽ ഫോണിൽ സ്പേസ് കുറവാണ്, അപ്പോൾ കട്ടായി പോകുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അതുകൊണ്ടാണ്. നോക്കാം എന്താണ് പറയുന്നത് നോക്കാം. പിന്നെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്, തൊണ്ടൊക്കെ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിന് നന്ദി, എന്നെയും കൂടെ പരിഗണിക്കുന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. നോക്കാം. റിക്കൺസിലേഷൻ. ഓക്കെ, സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് ഓർ വിൽ ബി റിട്ടേണിങ് ടു യുവർ ലൈഫ്. യെസ്, ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് 2 ഓഫ് കപ്സിൽ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. അത് തന്നെയാണ് 2 ഓഫ് കപ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാലൻസ്. There need to be a healthy balance of physical, emotional and spiritual intimacy for a relationship to be sustainable. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു ബാലൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹെൽത്തി ബാലൻസ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. Third party situation. Other people may be interfering with this relationship and dimming its full potential. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടപെടുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഓവർ തിങ്കിങ്. പ്ലേയിങ് നെഗറ്റീവ് സിനാരിയോസ് ഇൻ യുവർ ഹെഡ് ഈസ് ക്രിയേറ്റിംഗ് ഇഷ്യൂസ് വിച്ച് വേർൻ ദർ അറ്റ് ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്.
അതും ഒരു ഇഷ്യൂ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡായി നിൽക്കുക. എപ്പോഴും പറയുന്ന പോലെ പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ വളരെയധികം കെയർഫുള്ളായിരിക്കുക. എപ്പോഴും എന്താണ് ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ കൂടുതൽ ചെയ്യുക. ഇപ്പോൾ ഉള്ളതിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസിനും ലൈക്സിനൊക്കെ നന്ദി. സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ നന്ദി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ പ്രൊട്ടക്റ്റഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.